പ്രിയമുള്ളവരെ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സയൻസിൻ്റെ ക്ലാസ്സാണ്, മാസ്റ്റർ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് സയൻസിൻ്റെ ഒരു ക്ലാസ് എടുക്കുകയാണ്. ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്ലാൻഡുകളെ കുറിച്ചാണ് ഇന്ന് ക്ലാസ്സിനകത്ത് പറയാൻ പോകുന്നത്. ബയോളജിയിലെ എൻഡോക്രൈൻ ഗ്ലാൻഡിനകത്തെ അന്തസ്രാവി ഗ്രന്ഥികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഗ്രന്ഥികൾ, അതിലൊന്ന് അഡ്രിനൽ ഗ്ലാൻഡും രണ്ട് പാൻക്രിയാസും. നമുക്കറിയാം, ഈ രണ്ട് ഗ്ലാൻഡുകളും ഒരു ഹ്യൂമൻ ബോഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ റോളുള്ള രണ്ട് ഗ്ലാൻഡുകളാണ്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം. ഇതിൻ്റെ മുൻഭാഗങ്ങളിൽ, അതായത് നമ്മുടെ ഹൈപ്പോതലാമസ്, തൈറോയിഡ് ഗ്ലാൻഡ്, ഇങ്ങനെയുള്ള പാരാതൈറോയിഡ്, ഇതെല്ലാം നമ്മൾ ക്ലാസ്സിന് തൈമസ്, ഇതെല്ലാം നമ്മൾ ക്ലാസ്സിനകത്ത് ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട് ഈ മാസ്റ്റർ ക്ലാസ്സിലൂടെ. മാസ്റ്റർ ക്ലാസ്സിൻ്റെ 20ാമത്തെ ഭാഗമാണ് നമ്മളിന്ന് കേൾക്കുന്നത്. ഇതിൻ്റെ മുൻപിലുള്ള ക്ലാസ്സുകൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ, കാണാത്തവരുണ്ടെങ്കിൽ, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഒരു ക്ലാസ്സിൻ്റെ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറുക, ക്ലാസ്സുകൾ ഓരോന്നായി കണ്ടുവരിക. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അഡ്രിനൽ ഗ്ലാൻഡിനെ കുറിച്ചാണ്. അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ കൃത്യമായ ഒരു ചിത്രം നമുക്കിവിടെ തന്നിട്ടുണ്ട്. വൃക്കയുടെ ഏറ്റവും മുകളിലായിട്ടാണ് ഈ ഒരു ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. ഇതിന് രണ്ട് ഭാഗങ്ങളാണ് ഇവിടെ നമുക്ക് കാണിച്ചിരിക്കുന്നത്. ഒന്ന് ഈ കോർട്ടെക്സ് എന്ന് പറയുന്നൊരു ഭാഗം, ഇവിടെ കാണുന്നുണ്ട്. കോർട്ടെക്സ്, ഇവിടെ ഒരു മെഡുല കാണിക്കുന്നുണ്ട്. അപ്പോൾ കിഡ്നിയുടെ ഏറ്റവും മുകളിലാണ്, ഇവിടെ ഒരു തൊപ്പി പോലെയാണ് ഇങ്ങനെ ഇത് കാണപ്പെടുന്നത്. അഡ്രിനൽ ഗ്ലാൻഡ്, അതിവൃക്കാഗ്രന്ഥി എന്നാണ് ഇതിൻ്റെ മലയാളം. അതിവൃക്കാഗ്രന്ഥി, ഇതിന് എന്ത് റോളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് എന്നൊക്കെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് രണ്ട് വൃക്കകളാണുള്ളത്, അല്ലേ? ഈ രണ്ട് വൃക്കകളുടെയും മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡാണ്. രണ്ട് വൃക്കകളുടെയും മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന ഒരു ഇതാണ് ഈ പറയുന്നത്. ഇനി ഇതിൻ്റെ പുറം ഭാഗം, ഈ അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം അറിയപ്പെടുന്ന പേരാണ്, എന്ത് പേരിലാണ് അറിയപ്പെടുക? ഏറ്റവും പുറമേയുള്ള ഭാഗം അറിയപ്പെടുന്ന പേരാണ് കോർട്ടെക്സ്. അകമേയുള്ള ഭാഗം അറിയപ്പെടുന്ന പേരാണ് മെഡുല. കോർട്ടെക്സ്, മെഡുല. അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ പുറമേയുള്ള ഭാഗം അറിയപ്പെടുന്ന പേര് കോർട്ടെക്സ് എന്നും അകമേയുള്ള ഭാഗം അറിയപ്പെടുന്ന പേര് മെഡുല എന്നും ആണ്. ഓക്കെ, ക്ലിയർ ആണ്. അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ ഉൾഭാഗം മെഡുല എന്നാണ് അറിയപ്പെടുന്നത്. ഇനി അഡ്രിനൽ കോർട്ടെക്സ്, അതായത് പുറമേയുള്ള ഭാഗമായ കോർട്ടെക്സിൽ 3 പാളികളുണ്ട്. ഈ 3 പാളികളിൽ ഒന്നിനെ അകത്തെ പാളി, മധ്യപാളി, ബാഹ്യപാളി എന്നാണ് ഈ പാളികൾ അറിയപ്പെടുന്നത്. അതായത് അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ പുറം ഭാഗമാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കോർട്ടെക്സ് എന്നറിയപ്പെടുന്നത്. കോർട്ടെക്സിന് 3 ലെയർ ഉണ്ട്. അതിലൊന്നാണ് സോണ റെറ്റിക്കുലാരിസ്, 2 സോണ ഫെസിക്കുലേറ്റ, 3 സോണ ഗ്ലോമർലോസ എന്ന് പറയുന്ന 3 ഭാഗങ്ങളുണ്ട്. സോണ റെറ്റിക്കുലാരിസ് എന്ന് പറഞ്ഞാൽ കോർട്ടെക്സിൻ്റെ, അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ പുറം ഭാഗമാണ് കോർട്ടെക്സ്. ആ കോർട്ടെക്സിൻ്റെ അകത്തെ ലെയറാണ് സോണ റെറ്റിക്കുലാരിസ്. എന്നാൽ അഡ്രിനൽ കോർട്ടെക്സിൻ്റെ ബാഹ്യപാളിയാണ് സോണ ഫെസിക്കുലേറ്റ. എന്നാൽ അതിൻ്റെ ഏറ്റവും പുറമെയുള്ള അഡ്രിനൽ കോർട്ടെക്സിൻ്റെ പുറമെയുള്ള ഭാഗമാണ് സോണ ഗ്ലോമറുലോസ എന്ന് പറയുന്ന ഭാഗം. ഇത്രയും ക്ലിയർ ആണ്, ഓക്കെ ആണ്. ഇനി ഈ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ വിളിക്കുന്ന പേരാണ് കോർട്ടിക്കോയിഡുകൾ എന്ന് പറയും. കോർട്ടിക്കോയിഡുകൾ. കോർട്ടെക്സ് അഡ്രിനൽ ഗ്ലാൻഡ് എവിടെയാണ് കാണപ്പെടുന്നത്? വൃക്കയുടെ ഏറ്റവും മുകളിൽ തൊപ്പി പോലെ കാണപ്പെടുന്ന ഭാഗമാണ് അഡ്രിനൽ, ഈ അതിവൃക്കാഗ്രന്ഥി, അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ പുറം ഭാഗമാണ് കോർട്ടെക്സ്. അകമേയുള്ള ഭാഗമാണ് മെഡുല എന്നറിയപ്പെടുന്നത്. ഇനി കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഏതൊക്കെയാ? 1 കോർട്ടിസോള്, 2 ആൾഡോസ്റ്റിറോണ്, 3 ലൈംഗിക ഹോർമോണുകൾ. ഇതെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത് കോർട്ടെക്സ് ആണ്. അഡ്രിനൽ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതെല്ലാം? ഉത്തരം പറയണം. 1 കോർട്ടിസോള്, ആൾഡോസ്റ്റിറോണ്, ലൈംഗിക ഹോർമോണുകൾ, സെക്സ് ഹോർമോൺസ്. കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കോർട്ടിക്കോയിഡുകൾ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി കോർട്ടിസോളിൻ്റെ ജോലികൾ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. കോർട്ടെക്സ് നിർമ്മിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് കോർട്ടിസോൾ. കോർട്ടിസോളിൻ്റെ ജോലി എന്താണ്? മാംസ്യം എന്ന് പറഞ്ഞാൽ പ്രോട്ടീന്, അതുപോലെ കൊഴുപ്പ്, ഇതെല്ലാം വിഘടിപ്പിച്ച് ഗ്ലൂക്കോസിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. അപ്പോൾ കോർട്ടിസോളിൻ്റെ ജോലി എന്താണ്? പ്രോട്ടീൻ, അതേപോലെ തന്നെ കൊഴുപ്പ്, ഇവയെ വിഘടിപ്പിച്ച് ഗ്ലൂക്കോസിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ഒരു ഹോർമോണാണ്. അതേപോലെ
ആസ്മ, സന്ധിവാതം ഇവയുടെ എല്ലാം മരുന്നായി ഉപയോഗിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ. ശരീരത്തിലെ വീക്കം, അതുപോലെ അലർജി ഇതെല്ലാം ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഹോർമോണാണ് കോർട്ടിസോൾ. പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കുന്ന ഒരു എന്താ പറയുക ഒരു 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 ഹോർമോൺ കൂടിയാണ് കോർട്ടിസോൾ. അപ്പോൾ കോർട്ടിസോൾ എന്താണെന്ന് ചോദിച്ചാൽ പറയണം, പ്രോട്ടീൻ അതേപോലെ തന്നെ കൊഴുപ്പ് ഇവയെല്ലാം വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഒരു ഹോർമോണാണ്. ആസ്മ, സന്ധിവാതം ഇവയുടെ മരുന്നായി ഉപയോഗിക്കുന്ന ഹോർമോണാണ്. ശരീരത്തിലെ വീക്കം, അലർജി ഇതെല്ലാം ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ്. പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കുന്ന ഹോർമോൺ കൂടിയാണ് കോർട്ടിസോൾ. അതേപോലെ നമ്മുടെ അഡ്രിനൽ കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണാണ് ആൾഡോസ്റ്റിറോൺ. ആൾഡോസ്റ്റിറോൺ എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിൽ രക്തത്തിൻ്റെ സമ്മർദ്ദം, അതായത് ബ്ലഡ് പ്രഷർ ക്രമീകരിക്കുന്ന ഹോർമോണാണ് ആൾഡോസ്റ്റിറോൺ. അതുപോലെ നമ്മുടെ ശരീരത്തിനകത്ത് സോൾട്ട് ബാലൻസ്, ഇലക്ട്രോലൈറ്റ് ബാലൻസ്, ലവണങ്ങളുടെ സന്തുലനാവസ്ഥ, ശരീരസ്രവങ്ങളുടെ അളവ്, അതുപോലെ തന്നെ വ്യതിവ്യാപന മർദ്ദം, രക്തസമ്മർദ്ദം ഇതെല്ലാം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഹോർമോണാണ് ആൾഡോസ്റ്റിറോൺ. ആൾഡോസ്റ്റിറോൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ ബ്ലഡ് പ്രഷറിൽ പിടിച്ചോ, ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്ന ഹോർമോണാണ്. അതേപോലെ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങളുടെ അളവ് നിയന്ത്രിക്കുന്ന, ലവണങ്ങളുടെ സന്തുലനാവസ്ഥ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന, ഈ ഒരു വ്യതിവ്യാപന മർദ്ദം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് ആൾഡോസ്റ്റിറോൺ. ക്ലിയർ ആണ്? കോർട്ടിസോൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഉത്തരം പറയേണ്ടത് ഈ പ്രോട്ടീൻ അതേപോലെ തന്നെ കൊഴുപ്പ് ഇതിനെല്ലാം വിഘടിപ്പിച്ച് ഗ്ലൂക്കോസ് നിർമ്മാണം, അതുമായി ബന്ധപ്പെട്ട് വേണം നമ്മൾ അങ്ങോട്ട് ചിന്തിക്കാൻ. അതേപോലെ തന്നെ സന്ധിവാതം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വീക്കം, ഇവിടെയൊക്കെയാണ് നമ്മൾ ആ കോർട്ടിസോളിനെ ഓർമ്മിച്ച് വെക്കാൻ. ആൾഡോസ്റ്റിറോൺ അങ്ങനെയല്ല. മനുഷ്യ ശരീരത്തിലെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന ഹോർമോണാണ്. ലവണങ്ങളുടെ സന്തുലനാവസ്ഥ, അതേപോലെ തന്നെ ശരീരസ്രവങ്ങളുടെ അളവ് ഇതെല്ലാം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ആൾഡോസ്റ്റിറോൺ. അതുപോലെ തന്നെ വൃക്കാനാളികളിൽ പ്രവർത്തിച്ച് സോഡിയം അയോണുകളുടെയും ജലത്തിൻ്റെയും പുനരാകിരണം, പൊട്ടാസ്യം ഫോസ്ഫേറ്റ് എന്നീ അയോണുകളുടെ വിസർജനവും ത്വരിതപ്പെടുത്തുന്ന ഹോർമോണാണ് ആൾഡോസ്റ്റിറോൺ. സോഡിയം അയോണുകളുടെയും ജലത്തിൻ്റെയും പുനരാകിരണം, ജലത്തിനെ റീഅബ്സോർബ് ചെയ്യാനും സോഡിയത്തെ റീഅബ്സോർബ് ചെയ്യാനും സഹായിക്കും. പൊട്ടാസ്യം, ഫോസ്ഫേറ്റ് എന്നീ അയോണുകളെ വിസർജനം, അതിന് ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നത് ആൾഡോസ്റ്റിറോൺ ആണ് എന്നത് ഓർമ്മിക്കണം. നമ്മുടെ അഡ്രിനൽ കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഹോർമോണാണ് ലൈംഗിക ഹോർമോണുകൾ എന്ന് പറയും, സെക്സ് ഹോർമോൺ എന്ന് പറയും. ലൈംഗിക വളർച്ചയെയും അവയുടെ പ്രവർത്തനങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഹോർമോണാണ് സെക്സ് ഹോർമോൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അഡ്രിനൽ ഗ്ലാൻഡിന് പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളുണ്ടായിരുന്നു. ഒന്ന് കോർട്ടക്സ്, രണ്ട് മെഡുല. കോർട്ടക്സ് പുറമേ കാണപ്പെടുന്ന ഭാഗം, മെഡുല അകത്ത് കാണപ്പെടുന്ന ഭാഗം. അകത്ത് കാണപ്പെടുന്ന ഈ ഒരു മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കിടില ഹോർമോണുകളാണ്. ഒന്ന് എപ്പിനെഫ്രിൻ, അഡ്രിനാലിൻ. ഭയം വരുമ്പോൾ, പെട്ടെന്ന് നമ്മൾ ഞെട്ടുന്ന സമയത്ത്, അല്ലേ, നമ്മളിപ്പോൾ എവിടെയെങ്കിലും എന്താ പറയുക, ഒരു അപ്രതീക്ഷിതമായ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നു, ഒരു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ബാഡ് ന്യൂസോ അല്ലെങ്കിൽ ഒരു ഹാപ്പി ന്യൂസോ ഒക്കെ നമ്മൾ ഒരു ക്വിക്ലി നമ്മൾ കേൾക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ് അഡ്രിനാലിൻ. നോർ അഡ്രിനാലിനും ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രിനൽ ഗ്ലാൻഡിലെ മെഡുല എന്ന് പറയുന്ന ഭാഗമാണ്. ഇവിടെ ചിത്രത്തിലൂടെ കാണിച്ചിട്ടുണ്ട്. അഡ്രിനൽ ഗ്ലാൻഡിൻ്റെ മെഡുല എന്ന് പറയുന്ന ഭാഗം ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അഡ്രിനാലിനെയും നോർ അഡ്രിനാലിനെയും ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് കാറ്റക്കോളമിൻസ് എന്ന് പറയും. കാറ്റക്കോളമിൻസ് എന്നാണ് അഡ്രിനാലിനെയും നോർ അഡ്രിനാലിനെയും ചേർത്ത് നമ്മൾ പറയുന്നത്. എന്താണ് കാറ്റക്കോളമിൻസ്? എന്താണ് ഇവരുടെ ജോലി? ഗ്ലൈക്കോജൻ, ഗ്ലൂക്കോസിൻ്റെ കമ്പൈൻഡ് യൂണിറ്റ്, കോംപ്ലക്സ് യൂണിറ്റ് ആണ് ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജനെ വിഘടിപ്പിച്ച് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും കൊഴുപ്പിൻ്റെയും മാംസത്തിൻ്റെയും വിഘടനത്തെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ജോലിയാണ് കാറ്റക്കോളമിൻസിനുള്ളത്. കാറ്റക്കോളമിൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, നമ്മുടെ ശരീരത്തിൽ ഗ്ലൈക്കോജൻ ഉണ്ട്. അതായത് നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, കാർബോഹൈഡ്രേറ്റഡ് ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടും. ഈ ഗ്ലൂക്കോസ് കരളിലോ അല്ലെങ്കിൽ മസിലുകളിലോ ശേഖരിക്കപ്പെടും. ഏത് ഫോമിലാണ്? ഗ്ലൈക്കോജനായി. ആ ഗ്ലൈക്കോജനെ വിഘടിപ്പിച്ച് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്ന സമയത്ത് ഈ പറയുന്ന ഈ കാറ്റക്കോളമിൻസ് ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും അതേപോലെ കൊഴുപ്പിൻ്റെയും മാംസത്തിൻ്റെയും വിഘടനത്തെയൊക്കെ ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു
രണ്ട് പേരാണ് ഈ പറയുന്ന കാറ്റക്കോളമിൻസ് എന്ന് പറയുന്നവർ. കാറ്റക്കോളമിൻസ് എന്ന് പറഞ്ഞാൽ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. ഇതിൽ അഡ്രിനാലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അടിയന്തര ഹോർമോൺ. ഓക്കെ, എമർജൻസി ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത് അഡ്രിനാലിനെ. അതിൻ്റെ മറ്റൊരു പേരാണ് എപ്പിനെഫ്രിൻ എന്ന് പറയും. നമ്മൾ എപ്പോഴെങ്കിലും ഭയം, നമ്മളൊരു വിജനമായ ഒരു വീതിയിലൂടെ നടന്നു പോകുന്നു, പെട്ടെന്ന് അവൻ്റെ തൊട്ടടുത്ത് എവിടെയെങ്കിലും കുറച്ച് തേങ്ങ വീഴുന്നു, അല്ലെങ്കിൽ കല്ല് വീഴുന്നു, എന്തെങ്കിലും ഒരു വലിയ ശബ്ദം കേൾക്കുന്നു, നമ്മൾ ഞെട്ടും. അതാണ് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ. സർജിക്കൽ ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് നോർ എപ്പിനെഫ്രിൻ ആണ്. ഓക്കെ, അതായത് നോർ എപ്പിനെഫ്രിൻ എന്ന് പറയുന്നത് അപ്പോൾ സർജറിയുമായി ബന്ധപ്പെട്ട സമയത്ത് നമുക്ക് ഹൃദയമിടിപ്പ് കൂടും, ബ്ലഡ് പ്രഷർ വർദ്ധിക്കും, ഇങ്ങനെ കുറേ പരിപാടികളുണ്ട്, നമ്മുടെ ശ്രദ്ധ കൂടും. ഇങ്ങനെയൊക്കെ ഒരു സർജിക്കൽ സമയത്ത്, സർജറിയുടെയൊക്കെ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോൺ കൂടിയാണിത്. അത് നമ്മളെ മാനസികമായി ആ ഒരു സർജറിക്ക് വേണ്ടിയിട്ട് നമ്മളെ പ്രിപ്പയർ ആക്കും. അത് മാത്രമല്ല, ഹൃദയമിടിപ്പ്, ഈ നോറെപ്പിനെഫ്രിൻ്റെ പ്രത്യേകത ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കും. ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുമ്പോഴത്തേക്കും അതിലൂടെ ശരീരത്തിൽ കൂടുതൽ ഓക്സിജൻ എത്താൻ കാരണമാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നോർ എപ്പിനെഫ്രിൻ സർജിക്കൽ ഹോർമോൺ എന്ന പേരിൽ അറിയപ്പെടുന്നു. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് എപ്പിനെഫ്രിനെയാണ്. ഓക്കെ, ഇനി അഡ്രിനൽ കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ കുറവ് ധാന്യകങ്ങളുടെ ഉപാപചയ പ്രവർത്തന പ്രക്രിയയെ മാറ്റിമറിക്കുന്നതിൻ്റെ ഫലമായി തളർച്ചയും ക്ഷീണവും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു രോഗം അറിയപ്പെടുന്ന പേരാണ് അഡിസൺസ് എന്ന് പറയുന്ന രോഗം. ഈ അഡിസൺസ് രോഗം എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ, ഈ അഡ്രിനൽ ഗ്ലാൻഡിലെ ഈ പറയുന്ന അഡ്രിനൽ കോർട്ടക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളുടെ കുറവ്, അങ്ങനെ കുറവ് സംഭവിച്ചാൽ നമ്മൾ കഴിക്കുന്ന ധാന്യകങ്ങൾ എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോളിസത്തെ ബാധിക്കും. അങ്ങനെ അതിൻ്റെ കാരണമായി നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് നമുക്ക് എനർജി കിട്ടാതെ വരും. അങ്ങനെ നമുക്ക് ക്ഷീണം അനുഭവപ്പെടും. ആ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് അഡിസൺസ് രോഗം എന്ന് അറിയപ്പെടും. ഇതൊക്കെ PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സാണ്, നമ്മൾ പഠിക്കണം. എടാ, നമ്മൾ ഈ സയൻസ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, ഈ ലെവലിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പ്ലസ് ഇംഗ്ലീഷ് പ്ലസ് മാത്സ്, ഇതിൻ്റെ ഏറ്റവും പുതിയ ക്ലാസ്സുകൾ, അതായത് ഈ കഴിഞ്ഞ ജാനുവരി മുതൽ നമ്മൾ റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരുന്നത്. അതിൻ്റെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 3000 ആണ്. ഇപ്പോൾ നമ്മളൊരു ഓഫറായിട്ട് 999 ഇത് കൊടുക്കുന്നുണ്ട്. റംസാൻ തുടങ്ങിയൊരു ഓഫറാണ്. നമ്മളിപ്പോഴും അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ആർക്കെങ്കിലും ഈ ക്ലാസ് വേണം എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യണം. ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ഈ നമ്പറിൽ വിളിച്ച് ക്ലാസ് എടുക്കാം. നിങ്ങൾക്ക് വർത്തായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ നാളെ ഉദ്യോഗസ്ഥരാകാൻ പോകുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിന് ഏറ്റവും നല്ലൊരു സഹായിയായിരിക്കും ഈ 3 സബ്ജക്റ്റുകൾ. 3 അല്ല, ആക്ച്വലി ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയും ആരോഗ്യരംഗമൊക്കെ വേറെ സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കൈപ്പിടിയിൽ അടിപൊളി. ഇതിൻ്റെ മുകളിലേക്ക് ഒരു ക്ലാസ് വരത്തില്ല. അത്രയും ഉറപ്പോടുകൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഈ കോഴ്സ് നിങ്ങൾക്ക് വർത്താണ്. നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ച് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന ഗ്രന്ഥിയാണ് പാൻക്രിയാസ്. പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡിനെ കുറിച്ചാണ് നമുക്ക് കേൾക്കേണ്ടത്. നമ്മുടെ സ്റ്റൊമക്കിൻ്റെ അടുത്തായിട്ട് കാണപ്പെടുന്ന ഒരു ഗ്ലാൻഡാണിത്. ഓക്കെ, ആഗ്നേയ ഗ്രന്ഥി എന്ന് പറയും. പാൻക്രിയാസ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡിനെ കുറിച്ചാണ്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രധാന ഭാഗത്തിന് ആ ഭാഗത്താണ് ഈ ഒരു ഗ്ലാൻഡ് കാണപ്പെടുന്നത്. പാൻക്രിയാസ് ഇവിടേത് ഈ ഗ്ലാൻഡാണ് പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡ്. ഈ പാൻക്രിയാസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പാൻക്രിയാസിനെ കുറിച്ച് പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഇൻസുലിൻ എന്ന് കേട്ടിട്ടുണ്ടോ? അത് തന്നെയാണ്. അപ്പം ഇൻസുലിൻ, ഗ്ലൂക്കോഗോൺ, അതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അത് ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്ലാൻഡാണ് പാൻക്രിയാസ് ഗ്ലാൻഡ്. നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഏറിയ ഭാഗവും കാർബോഹൈഡ്രേറ്റ് ആണ്, ധാന്യകങ്ങളാണ്. നമ്മൾ കഴിക്കുന്ന അരി, ഗോതമ്പ്, മൈദ, ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് വിഭാഗത്തിൽ വരുന്ന ആൾക്കാരാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ ഇതെല്ലാം ചേർന്നതും ഹൈഡ്രജനും ഓക്സിജനും 2:1 എന്ന അംശബന്ധത്തിൽ അടങ്ങിയതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളെയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന അരിയാഹാരങ്ങൾ, ഗോതമ്പ്, മൈദ, ചോളം, ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് വിഭാഗത്തിലാണ് വരുന്നത്. നമ്മൾ കഴിക്കുന്ന മുട്ട, ഇറച്ചി, മീന്, കടല, പയറ്, ഇതെല്ലാം പ്രോട്ടീനാണ്. എന്നാൽ നമ്മൾ എണ്ണ, ബട്ടർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാറുണ്ട്. അതൊക്കെയാണ് എണ്ണ വിഭാഗത്തിൽ വരുന്നത്. ഇനി നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 3 മുതൽ 5 മണിക്കൂറിനുള്ളിൽ, 4 മുതൽ 5 മണിക്കൂറിനുള്ളിൽ കാർബോഹൈഡ്രേറ്റ് പരിപൂർണമായി ദഹിക്കും. ദഹിച്ചു കഴിഞ്ഞാൽ ഈ ദഹിച്ചുണ്ടാകുന്ന സാധനമാണ് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ദഹിച്ചുണ്ടാകുന്നതാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ, കാർബോഹൈഡ്രേറ്റ് ദഹിച്ചാണ് എന്തായി മാറുന്നത്?
ഗ്ലൂക്കോസായി മാറുന്നത്. ഈ ഗ്ലൂക്കോസിൽ നിന്നാണ് നമുക്ക് എനർജി ഉണ്ടാക്കേണ്ടത്. എ ടി പി ആണ് നമ്മുടെ എനർജി, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഇനി ഈ ATP ഉണ്ടാകണമെങ്കിൽ ഈ ഗ്ലൂക്കോസിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം. എങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം? കോശങ്ങളിലേക്ക്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഡിസോസിയേറ്റ് ചെയ്തുണ്ടായ ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ കൊണ്ടുപോയി പ്രവർത്തിപ്പിച്ചാലേ നമുക്ക് എനർജി കിട്ടുള്ളൂ. അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു ഗ്ലാൻഡാണ് പാൻക്രിയാസ്. ആമാശയത്തിൻ്റെ തുടർച്ചയായി നമ്മുടെ ആമാശയം ഉണ്ടല്ലോ, സ്റ്റൊമക്ക് ഉണ്ടല്ലോ, അതിൻ്റെ തുടർച്ചയായിട്ട് ഡിയോഡിനം പക്വാശയമുണ്ട്. ആ പക്വാശയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഗ്രന്ഥിയാണ്. നമ്മളിപ്പോൾ ചിത്രത്തിൽ കണ്ടതല്ലേ ഉള്ളൂ. അപ്പോൾ ആമാശയത്തിൻ്റെ അടുത്ത് പക്വാശയം, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രന്ഥിയാണ്. ഇതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡുമായിട്ടും എക്സോക്രൈൻ ഗ്ലാൻഡായിട്ടും ആക്ട് ചെയ്യും. അതുകൊണ്ട് ഇതൊരു മിക്സഡ് ഗ്ലാൻഡ് ആണെന്ന് പറയാം. അതായത് എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ടും ആക്ട് ചെയ്യും, എക്സോക്രൈൻ ഗ്ലാൻഡായിട്ടും ആക്ട് ചെയ്യും. ഇനി എൻസൈമും ഉൽപ്പാദിപ്പിക്കും, ഹോർമോണും ഉൽപ്പാദിപ്പിക്കും. എൻസൈമും ഹോർമോണും ഉൽപ്പാദിപ്പിക്കും. രണ്ടും ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ട്. സാധാരണ എല്ലാവരും ഹോർമോൺ മാത്രമല്ലേ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. എന്നാൽ പാൻക്രിയാസ് ഇത് രണ്ടും ഉൽപ്പാദിപ്പിക്കും. ശ്രദ്ധിച്ച് കേൾക്കണം. മധുരഗ്രന്ഥി, സ്വീറ്റ് ഗ്ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. പാൻക്രിയാസിൻ്റെ മറ്റൊരു പേരാണ് സ്വീറ്റ് ഗ്ലാൻഡ് എന്നറിയപ്പെടും. ഈ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഹോർമോണുകൾ ഏതെല്ലാമാണ് എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ക്ലാസ് തുടങ്ങിയപ്പോഴേ പറഞ്ഞു. ഏതൊക്കെയാ? 1 ഇൻസുലിൻ, 2 ഗ്ലൂക്കഗോൺ. ഇത് രണ്ടുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇൻസുലിൻ്റെ ജോലി എന്താണെന്ന് അറിയാം, ഗ്ലൂക്കഗോണിൻ്റെ ജോലിയും എന്താണെന്ന് നമുക്കറിയാം. ഇൻസുലിൻ എന്താണെന്ന് അറിയാമല്ലോ, ഇൻസുലിൻ നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ. നമുക്ക് ശ്രദ്ധിക്കാം. പാൻക്രിയാസിൻ്റെ അന്തസ്രാവി ഗ്രന്ഥിയായി പ്രവർത്തിക്കുന്ന ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞു. പാൻക്രിയാസ് ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡുമാണ്, എക്സോക്രൈൻ ഗ്ലാൻഡുമാണ്. പാൻക്രിയാസിൽ എൻഡോക്രൈൻ ഗ്ലാൻഡായി പ്രവർത്തിക്കുന്നത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ആരാണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. അപ്പോൾ പാൻക്രിയാസിൽ എൻഡോക്രൈൻ ഗ്ലാൻഡായി പ്രവർത്തിക്കുന്നത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഏകദേശം 12 ലക്ഷത്തോളം ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ് പാൻക്രിയാസിൽ കാണപ്പെടുന്നത്. നമ്മുടെ പാൻക്രിയാസിൽ ഏകദേശം 12 ലക്ഷത്തോളം ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പാൻക്രിയാസിൽ എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ട് ആക്ട് ചെയ്യുന്നത് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ്. 12 ലക്ഷത്തോളം ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ് നമ്മുടെ പാൻക്രിയാസിലുള്ളത്. ഈ പാൻക്രിയാസിലെ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ കാണപ്പെടുന്ന 2 ടൈപ്പ് കോശങ്ങളാണ്. ഒന്ന് ആൽഫ കോശങ്ങളും ആൽഫ സെല്ലുകളും, 2 ബീറ്റ കോശങ്ങളും. ആൽഫ സെല്ലും ഉണ്ട്, അതേപോലെ ബീറ്റ സെല്ലും ഉണ്ട്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ആൽഫ കോശങ്ങളുടെ ജോലിയാണ് ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുക. എന്തുൽപ്പാദിപ്പിക്കുക? ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുക. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് നമ്മുടെ പാൻക്രിയാസിൽ എൻഡോക്രൈൻ ഗ്ലാൻഡാണ്. 12 ലക്ഷത്തോളം ഉണ്ട്. അതിനകത്ത് 2 ടൈപ്പ് കോശങ്ങളുണ്ട്, ആൽഫയും ബീറ്റയും. ആൽഫ കോശങ്ങളുടെ ജോലിയാണ് ഗ്ലൂക്കഗോൺ ഉൽപ്പാദിപ്പിക്കുക. ഈ ഗ്ലൂക്കഗോണിൻ്റെ ജോലി നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ആവശ്യമുള്ളപ്പോൾ, നിങ്ങൾ സിവിയറായിട്ട് എക്സസൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പട്ടിണി കിടക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു, നിങ്ങൾ ഫാസ്റ്റിങ്ങിലാണ്, അപ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് വേണമല്ലോ. അപ്പോൾ നമ്മുടെ കോശങ്ങൾക്ക് ഗ്ലൂക്കോസിനെ എവിടെ നിന്ന് കൊടുക്കും? ഈ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം ആ സമയങ്ങളിൽ കൂടി നേരെ പോയി നമ്മൾ ശരീരത്തിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഗ്ലൈക്കോജനിൽ നിന്ന് കട്ട് ചെയ്ത് ഗ്ലൂക്കോസിനെ ഇട്ടുകൊടുക്കും കോശങ്ങൾക്ക്. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ജോലി നമ്മൾ സിവിയറായിട്ട് എക്സസൈസ് ചെയ്യുന്ന സമയത്തോ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്തോ നമ്മുടെ ശരീരത്തിന് ഗ്ലൂക്കോസ് വേണ്ടി വരുന്ന അവസരങ്ങളിൽ ഗ്ലൈക്കോജനിൽ നിന്നും ഗ്ലൂക്കോസിനെ റിലീസ് ചെയ്യിപ്പിക്കാൻ ഗ്ലൂക്കഗോൺ സഹായിക്കും. ക്ലിയർ ആണ്? ഇനി രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് കൃത്യമായി നിലനിർത്താൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് ഗ്ലൂക്കഗോൺ. എപ്പോഴെങ്കിലും ശരീരത്തിനകത്ത് ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ, നിങ്ങൾ ഫാസ്റ്റ് ചെയ്യുന്നു, നിങ്ങൾ 0 കാർബ് അടിക്കുന്നു, വണ്ണം കുറയാൻ വേണ്ടിയിട്ട് 0 കാർബിൻ്റെ ഡയറ്റ് എടുക്കുന്നു, ആ സമയത്തും ശരീരത്തിന് ഗ്ലൂക്കോസ് വേണം. അതെവിടെ നിന്ന് കൊടുക്കും? അത് ഗ്ലൂക്കഗോണിൻ്റെ റിലീസ് സംഭവിക്കും. അത് നേരെ ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റും. ഇനി അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കാൻ സഹായിക്കുന്നതും ഈ ഒരു ഹോർമോണാണ്. അമിനോ ആസിഡുകളിൽ നിന്നും ഗ്ലൂക്കോസ് നിർമ്മിക്കാൻ സഹായിക്കും. ഇനി കോശങ്ങളുടെ ഗ്ലൂക്കോസ് ആഗിരണവും വിനിയോഗവും ഒക്കെ കുറയ്ക്കുന്ന, നമുക്ക് ഗ്ലൂക്കോസിൻ്റെ ഒരു കുറവ്, ഗ്ലൂക്കോസിൻ്റെ ഒരു
ഡെഫിഷ്യൻസി നമ്മുടെ ബ്ലഡിനകത്ത് വരുന്ന സമയത്താണ് യവൻ കൃത്യമായി ഗ്ലൂക്കഗോൺ പ്രവർത്തിക്കുന്നത്. അപ്പോൾ കോശങ്ങളുടെ ഗ്ലൂക്കോസ് ഉപയോഗം, ഗ്ലൂക്കോസ് ആഗിരണം, വിനിയോഗമൊക്കെ കുറച്ച് ആ ടൈം ഒന്ന് കടന്നു പോകാൻ സഹായിക്കുന്നൊരു ഹോർമോൺ കൂടിയാണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ. അത് ആരാ നിർമ്മിക്കുന്നത്? പാൻക്രിയാസ് ആണ്. പാൻക്രിയാസിന്റെ പ്രത്യേകത സ്വീറ്റ് ഗ്ലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. പാൻക്രിയാസിന്റെ പ്രത്യേകത എൻഡോക്രൈൻ ഗ്ലാൻഡായും എക്സോക്രൈൻ ഗ്ലാൻഡായിട്ടും ആക്ട് ചെയ്യും. എൻഡോക്രൈൻ ഗ്ലാൻഡായിട്ട് ആക്ട് ചെയ്യുന്ന ഭാഗമാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. 12 ലക്ഷത്തോളം ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ഉണ്ട്. അതിനകത്ത് ആൽഫ കോശങ്ങളും ഉണ്ട്, ബീറ്റ കോശങ്ങളും ഉണ്ട്. ആൽഫ കോശങ്ങളാണ് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ ബ്ലഡിനകത്ത് ഗ്ലൂക്കോസിന്റെ അളവ് കുറയുന്ന സമയത്ത് അത് കൂട്ടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നത് ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഹോർമോണാണ്. എന്നാൽ നമ്മൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നു. നമ്മുടെ ബ്ലഡിനകത്ത് ഗ്ലൂക്കോസ് നോർമലി നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതിൻ്റെ ഫലമായിട്ട് കൂടുന്നു. അപ്പോഴാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അതായത് ഗ്ലൂക്കോസിൻ്റെ ആന്തര സമസ്ഥിതി നിയന്ത്രിക്കുന്ന ഒരു പെപ്റ്റൈഡ് ഹോർമോണാണ്. ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ കൂടിയാൽ അത് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ്. കരൾ കോശങ്ങളിലും അഡിപ്പോസ് സൈറ്റുകളിലും പ്രവർത്തിച്ച് കോശങ്ങളുടെ ഗ്ലൂക്കോസിൻ്റെ ആഗിരണവും വിനിയോഗവും, നമ്മുടെ ബ്ലഡിനകത്ത് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയാൽ അത് കുറയ്ക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്യും. ഗ്ലൂക്കോസിനെ കോശങ്ങൾക്ക് വലിച്ചെടുക്കാനുള്ള ആ വേഗത വർദ്ധിപ്പിക്കും, വിനിയോഗം വർദ്ധിപ്പിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഹോർമോണാണ്. ഇനി ഗ്ലൂക്കോസ് തന്മാത്രകളുടെ കോശത്തിനകത്തേക്കുള്ള പ്രവേശനമൊക്കെ ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ കൂടിയാണ് ഇൻസുലിൻ എന്ന് ഓർത്തു വയ്ക്കണം. ഒരു ദിവസം ഒരാളുടെ ശരീരത്തിൽ ഏകദേശം 0.0004 to 0.0005 ലിറ്റർ കേട്ടോ, ഇത്രയുമാണ് സാധാരണ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ്റെ അളവ്. നമ്മൾ കഴിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ അളവിനനുസരിച്ചാണ് ഇൻസുലിൻ്റെ ഉൽപ്പാദനം നടക്കുന്നത്. കൃത്യമായ ഒരു അളവ് നമുക്ക് പറയാൻ കഴിയില്ല. എന്തു തന്നെയാണെങ്കിലും നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ് ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇൻസുലിൻ ശ്രദ്ധിക്കേണ്ടത് മൂത്രത്തിലൂടെ ഗ്ലൂക്കോസ് നഷ്ടമാവുകയും കീറ്റോൺ ബോഡികൾ എന്ന ദോഷകരമായ സംയുക്തങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് മെല്ലിറ്റസ്. അതായത് നമ്മുടെ ശരീരത്തിൽ നോർമൽ ഗ്ലൂക്കോസിൻ്റെ അളവ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, 70 മുതൽ 110 mg/dL ആണ്. ഇതാണ് നോർമൽ അളവ്. ഇതിനേക്കാളും കൂടുതലായി 160 കഴിഞ്ഞു, ഒരു ബൗണ്ടറിയൊക്കെ കഴിഞ്ഞ് 180 കഴിഞ്ഞു പോയാൽ പിന്നെ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ആരംഭിക്കും. ഇതിനെയാണ് ഡയബറ്റിസ് മെല്ലിറ്റസ് എന്ന് പറയുന്നത്. ഇൻസുലിൻ കണ്ടെത്തിയ ആളിൻ്റെ പേര് പഠിക്കണേ, ബാൻഡിങ് എന്നാണ്. ഫെഡറിക് ബാൻഡിങ്ങും ചാൾസ് ബെസ്റ്റും ചേർന്ന് 1921, ഈ 1921 കാണുമ്പോൾ എല്ലാ ക്ലാസ്സിലും എപ്പോഴും ഞാൻ പറയാറുണ്ട്, ആൽബർട്ട് ഐൻസ്റ്റീൻ നൊബേൽ സമ്മാനം കിട്ടിയ വർഷമാണ്. ലോകത്തിലെ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യനാണ് കേട്ടോ. ഇൻസുലിൻ, കണ്ണുനീര് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ലോഹത്തിൻ്റെ പേര് ചോദിച്ചാൽ ഉത്തരം പറയണം, സിങ്ക്. ഇൻസുലിൻ, കണ്ണുനീര് ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന ലോഹത്തിൻ്റെ പേരാണ് സിങ്ക്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് നമുക്കറിയാം, രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയാൽ അത് കുറയ്ക്കാൻ സഹായിക്കുന്നത് ഇൻസുലിനാണ്. ഇനി രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞാൽ അത് കൂട്ടാൻ സഹായിക്കുന്നത് ഗ്ലൂക്കഗോണുമാണ്. ഇനി രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാധാരണ അളവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് പുതിയത്. പഴയത് 80 മുതൽ 120 വരെ എന്നാണ്. പുതിയ അളവ് 70 മുതൽ 110 ആണ്. ക്ലിയർ ആണ്? ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൻഡോക്രൈൻ ഗ്ലാൻഡിൻ്റെ ഇനി ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോക്രൈൻ ഗ്ലാൻഡ് ഫുള്ള് കിട്ടി. ചാപ്റ്റർ കംപ്ലീറ്റ് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ യൂട്യൂബിലൂടെ കിട്ടിയിട്ടുണ്ട്. സയൻസിൻ്റെ വളരെ വ്യക്തവും ശക്തവുമായ ക്ലാസ് നമ്മൾ നൽകുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷിൻ്റെ ഏറ്റവും പുതിയ ക്ലാസ്, മാത്സിൻ്റെ ഏറ്റവും പുതിയ ക്ലാസ്, ഏറ്റവും പുതിയത് തൊഴിൽ വാർത്ത, തൊഴിൽ വീതി, PSC ബുള്ളറ്റിൻ, അതേപോലെ പുതിയ ടെക്സ്റ്റ് ബുക്ക്, NCERT, SCERT എല്ലാം ട്രിക്ക് അനുസരിച്ച് പഠിപ്പിക്കുന്ന മാത്സിൻ്റെ ക്ലാസ്സും കൂടി നമ്മൾ ഈ ഒരു കോഴ്സിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം. 999 മാത്രമാണ് കോഴ്സിൻ്റെ ഫീസ്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. അതേപോലെ എന്നെ പേഴ്സണലി എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിക്കണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ അന്വേഷിക്കാം. PSCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംസാരിച്ച് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.